നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെടാനിടയാക്കിയ കാരണങ്ങൾ തേടിയുള്ള CPMന്റെ 47 പേജുള്ള തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന്റെ അതീവ രഹസ്യ വിവരങ്ങൾ പുറത്ത്. കനത്ത പ്രഹരമേറ്റ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുന്ന വെള്ളപൂശൽ ശൈലിയാണ് ആത്മപരിശോധനാ രേഖയിലുടനീളം കാണാൻ കഴിയുന്നത്. പിണറായി വിജയനെയോ MV ഗോവിന്ദനെയോ വ്യക്തിപരമായി ഒരിടത്തും കുറ്റപ്പെടുത്തുന്നില്ല. സംഭവിച്ച വീഴ്ചകളെല്ലാം നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനങ്ങളിൽ വന്ന കുറവുകൾ മാത്രമായാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്. അതേസമയം പാർട്ടിയുടെ അടിവേരിളക്കിയ ചില നിർണായക സത്യങ്ങൾ തുറന്നു സമ്മതിക്കാൻ CPM നിർബന്ധിതരായിട്ടുണ്ട്. കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പത്മകുമാറും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വരുത്തിവെച്ച ചതികൾ വരെ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നു. മുൻ തിരഞ്ഞെടുപ്പുകളിലേതുപോലെ ഇത്തവണയും അയ്യപ്പ കോപം തന്നെയാണ് പാർട്ടിയുടെ ഭരണം തെറിപ്പിച്ചതെന്ന പരോക്ഷമായ സമ്മതവും 47 പേജുള്ള ഈ രേഖയിലുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി കോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ കടുത്ത വീഴ്ച പാർട്ടിക്കകത്ത് പുകഞ്ഞുകൊണ്ടിരുന്ന വിഭാഗീയത പരസ്യമായി പുറത്തുകൊണ്ടുവരാൻ കാരണമായെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടാക്കിയെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ റിവ്യൂ റിപ്പോർട്ടിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പേരുകൾക്ക് പച്ചക്കൊടി കാട്ടിയ സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടേറിയറ്റിനും ഇതിന് കൂട്ടായ വീഴ്ചയുണ്ടെന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിൽ പാർട്ടി വിട്ട് UDF ബാനറിൽ G സുധാകരൻ മത്സരിക്കാനിറങ്ങിയത് കടുത്ത തിരിച്ചടിയുണ്ടാക്കിയെന്നും ഇത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടിക്കെതിരായ വലിയ ആയുധമായി മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂർ, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നിന്നും പാർട്ടി വിട്ട പ്രമുഖർ പാർട്ടിയുടെ മഹിമ കെടുത്താൻ കാരണക്കാരായി. എന്നാൽ ഏറെ വിവാദമായ പേരാവൂർ മണ്ഡലത്തിലെ KK ശൈലജ ടീച്ചറുടെ തോൽവിയെക്കുറിച്ചും അതിന് പിന്നിൽ നടന്നതായി പറയപ്പെടുന്ന പ്രാദേശിക ഗൂഢാലോചനകളെക്കുറിച്ചും റിപ്പോർട്ട് പൂർണ്ണ മൗനം പാലിക്കുന്നത് പാർട്ടിയിലെ ആഭ്യന്തര അതൃപ്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ചതിച്ചു. ഒടുവിൽ അയ്യപ്പൻ തന്നെ തോൽപ്പിച്ചു. തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ 7.6 ഖണ്ഡികയിലാണ് ആഗോള അയ്യപ്പ സംഗമവും ഉയർന്നു വന്ന പ്രശ്നങ്ങളും എന്ന പേരിൽ പാർട്ടി നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി വിശദീകരിക്കുന്നത്. ശബരിമല വികസനത്തിന് LDF സർക്കാർ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനെന്ന പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമം പാർട്ടിയുടെ പതനത്തിന് ആക്കം കൂട്ടി. ഇതൊരു സർക്കാർ പരിപാടിയല്ലായിരുന്നിട്ടും UDFും BJPയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിവാദമാക്കിയെന്നും വലതുപക്ഷ മാധ്യമങ്ങൾ അത് കൊഴിപ്പിച്ചുവെന്നുമാണ് CPM നിലപാട്. ഈ പരിപാടി സർക്കാർ വകയാണെന്ന രീതിയിൽ പ്രതിപക്ഷം നടത്തിയ പ്രചാരണം പൊതുബോധമായി മാറി. രാജ്യത്തെ മതേതരത്തെ തകർക്കുന്ന RSS നിലപാടുള്ള യോഗി ആദിത്യനാഥിന്റെ സന്ദേശം പ്രസ്തുത സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ദേവസ്വം ബോർഡിന് പറ്റിയ ഹിമാലയൻ വീഴ്ചയാണെന്നും ഇത് വിശ്വാസി വോട്ടുകൾ കൂട്ടത്തോടെ ചോരാൻ കാരണമായെന്നും റിപ്പോർട്ട് തുറന്നു സമ്മതിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന A പത്മകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പാർട്ടി അടിയന്തര നടപടി സ്വീകരിക്കാതിരുന്നത് വലിയ പോരായ്മയായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജയിലിലായതിനാൽ വിശദീകരണം ചോദിക്കാൻ പരിമിതിയുണ്ടായിരുന്നെന്ന ന്യായം പറയുമ്പോഴും ജയിൽ മോചിതനായ ശേഷം മാത്രം പത്മകുമാറിനെ മാറ്റി നിർത്താൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കാണിച്ച അനാസ്ഥ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയും പാർട്ടിയെ ചതിക്കുന്നതായിരുന്നു. പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്ന് തന്നെ പ്രതികരിച്ചെങ്കിലും കൂടുതൽ ശക്തമായ മറുപടി നൽകാതിരുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടയാക്കി. ഇത് വോട്ട് ചോർച്ചയ്ക്ക് ആക്കം കൂട്ടി. വനിതാ പ്രാതിനിധ്യത്തിലെ പരാജയം. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാൻ സാധിച്ചില്ലെന്ന കടുത്ത സ്വയം വിമർശനവും റിപ്പോർട്ടിലുണ്ട്. വനിതാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ കോഴിക്കോട്, കൊല്ലം, എറണാകുളം ജില്ലാ കമ്മിറ്റികൾക്ക് കടുത്ത വീഴ്ച സംഭവിച്ചു. താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രവർത്തന ശൈലി തിരുത്തപ്പെടേണ്ടതാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ തോൽവിയുടെ സകല ഉത്തരവാദിത്തങ്ങളും പ്രാദേശിക ഘടകങ്ങളുടെ മേലും ദേവസ്വം ബോർഡിന്റെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും തലയിലും കെട്ടിവെച്ച് പിണറായി വിജയനും MV ഗോവിന്ദനും അടങ്ങുന്ന ഉന്നത നേതൃത്വത്തിന് പൂർണ്ണമായും ക്ലീൻ ചീറ്റ് നൽകുന്നതാണ് പുറത്തുവന്ന CPMന്റെ പുതിയ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്.